നമസ്കാരം. മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂൺ 6 ശനിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. അന്യരിൽ നിന്നും അർഹമായ ആദരവും വിശേഷപ്പെട്ട സമ്മാനങ്ങളും ലഭിക്കാൻ ഇടയുള്ള നല്ല ദിവസമാണിത്. പ്രണയകാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും വ്യക്തിബന്ധങ്ങളിൽ അതീവ ശ്രദ്ധയും കരുതലും പുലർത്തുന്നത് കൂടുതൽ നന്മ നൽകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബാംഗങ്ങൾക്കോ പ്രിയപ്പെട്ട ബന്ധുക്കൾക്കോ ചില ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ഇടയുള്ള ദിവസമാണ്. തൊഴിൽപരമായ ചില താൽക്കാലിക തിരിച്ചടികൾ മാനസികമായി അല്പം വിഷമിപ്പിച്ചേക്കാം. പങ്കാളിയുടെയോ മക്കളുടെയോ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പ്രവർത്തനങ്ങളിൽ ചില എതിർപ്പുകളും നിയമപരമായ തടസ്സങ്ങളും ഉണ്ടായേക്കാം. മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ് കാട്ടുമെങ്കിലും ചിലരിൽ നിന്ന് അപ്രതീക്ഷിതമായ തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നത് ചെറിയ മാനസിക വിഷമമുണ്ടാക്കും. കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒത്തുതീർപ്പുകൾ ശ്രമിക്കുന്നത് ഗുണം ചെയ്യും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. തൊഴിൽപരമായി വലിയ മുന്നേറ്റങ്ങളും വിജയങ്ങളും പ്രതീക്ഷിക്കാവുന്ന മികച്ച ദിവസമാണിത്. ജോലിയില്ലാതെ അലഞ്ഞിരുന്ന തൊഴിൽ രഹിതർക്ക് പുതിയ നല്ല അവസരങ്ങൾ തേടിയെത്തും. ദാമ്പത്യ ജീവിതത്തിലെ ഐക്യം, ബന്ധുജന സമാഗമം, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എന്നിവ മനസ്സിന് വലിയ ഉന്മേഷം പകരും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ആകർഷകമായ പുതിയ അലങ്കാര വസ്തുക്കളും ആഭരണങ്ങളും കൈവശം വന്നു ചേരാൻ യോഗമുള്ള ദിവസമാണിത്. കലാ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവുകൾക്ക് അർഹമായ മികച്ച അംഗീകാരങ്ങളും സമ്മാനങ്ങളും ലഭിക്കുന്ന സുവർണ സമയമാണിത്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. പ്രിയപ്പെട്ടവരുടെ ആരോഗ്യകാര്യങ്ങൾ മൂലമോ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾ മൂലമോ ചെറിയ വിരഹ ദുഃഖങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണിത്. മനസ്സിന് വ്യാകുലത കൂടുന്ന അവസ്ഥയുണ്ടാകാം. ബന്ധുക്കളുമായി നിസ്സാര കാര്യങ്ങളെ ചൊല്ലി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ശാരീരികമായ ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പിതാവിനോ പിതൃതുല്യരായ മുതിർന്ന വ്യക്തികൾക്കോ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ വിപരീത അനുഭവങ്ങൾ ഉണ്ടാകാമെന്നതിനാൽ ഇടപാടുകളിൽ ശ്രദ്ധിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഇന്ന് സർവകാര്യ വിജയത്തിന്റെ മികച്ച ദിവസമാണിത്. ശത്രുക്കളുടെ തടസ്സങ്ങളെ എളുപ്പത്തിൽ അതിജീവിക്കാനും തൊഴിൽ രംഗത്ത് ഉന്നത സ്ഥാനമാനങ്ങൾ കൈവരിക്കാനും സാധിക്കും. ദീർഘനാളായി അലട്ടിയിരുന്ന രോഗങ്ങൾ ഭേദമായി ശാരീരിക ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സാമ്പത്തിക വരുമാനത്തിൽ ചെറിയ കുറവുകൾ അനുഭവപ്പെടാനോ മാനസികമായി ചെറിയ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകാനോ ഇടയുണ്ട്. നിയമപരമായ പ്രശ്നങ്ങളിൽ ജാഗ്രത പാലിക്കുക. സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പ്രതീക്ഷിച്ച സമയത്ത് പിന്തുണ ലഭിക്കാത്തത് ചെറിയ നിരാശ ഉണ്ടാക്കിയേക്കാം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ആരോഗ്യനില മികച്ച രീതിയിൽ മെച്ചപ്പെടുകയും ശത്രുക്കളെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്ന ശുഭദിനമാണിത്. കോടതി കാര്യങ്ങളും നിയമപരമായ തർക്കങ്ങളും അനുകൂലമായി മാറും. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ പൂർണ്ണ പിന്തുണയോടെ സ്ഥാനക്കയറ്റം ലഭിക്കാൻ അനുകൂല സമയമാണ്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കൂടുതൽ കഠിനാധ്വാനം ചെയ്താലും അതിനനുസരിച്ചുള്ള പ്രതിഫലം ഉടനെ ലഭിക്കാൻ അല്പം പ്രയാസമായിരിക്കും. ചതിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അപരിചിതരെ അന്ധമായി വിശ്വസിക്കരുത്. യാത്രാവേളകളിലും ജോലിസ്ഥലത്തും ശരീരത്തിൽ മുറിവുകളോ പരിക്കുകളോ ഏൽക്കാതെ ശ്രദ്ധിക്കണം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സന്താനങ്ങളിൽ നിന്നും വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഐശ്വര്യപ്രദമായ ദിവസമാണിത്. ഉന്നത സ്ഥാനമാനങ്ങൾ തേടിയെത്തുകയും ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്യും. മികച്ച ഭാഗ്യാനുഭവങ്ങളും നല്ല സുഹൃത്തുക്കളുടെ സഹായവും ലഭിക്കും. കലാകാരന്മാർക്ക് വലിയ പുരസ്കാരങ്ങളോ സമ്മാനങ്ങളോ ലഭിക്കാൻ യോഗമുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.